എല്ലാവർക്കും നമസ്കാരം. സുലൂസ് ടി കെ ട്രിക്സ് ആരംഭിക്കുന്നു. ഇന്ന് നാം പഠിക്കുന്നത് 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. 2024 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് മറക്കാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. ഒന്ന്, 2024 ഭാരതരത്നം ലഭിച്ചത് ആർക്കെല്ലാം? കർപ്പൂരി ഠാക്കൂർ, MS സ്വാമിനാഥൻ, PV നരസിംഹറാവു, LK അദ്വാനി, ചരൺ സിംഗ്. ഈ 5 പേർക്കാണ് 2024 നമ്മൾ ഭാരതരത്നം നൽകി രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചിരിക്കുന്നത്. ഈ 5 പേരാണ്. ഒന്നാമത് കർപ്പൂരി ഠാക്കൂർ. ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂരി ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ തലേദിവസം, അദ്ദേഹത്തിൻ്റെ 100ാം ജന്മദിനം എന്ന് പറയുന്നത് ജനുവരി 24-നായിരുന്നു. അതിൻ്റെ തലേ ദിവസം ജനുവരി 23, 2024 നമ്മൾ അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചത്. അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി ആദരിച്ചത് അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികം ആചരിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ആയിരുന്നു. രണ്ടാമത് MS സ്വാമിനാഥൻ. അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഹരിത വിപ്ലവത്തിൻ്റെ ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ MS സ്വാമിനാഥൻ. അദ്ദേഹത്തെ നമ്മൾ ഭാരതരത്നം നൽകി ആദരിച്ചു. മൂന്നാമത് PV നരസിംഹറാവു. 1991 മുതൽ 1996 വരെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു. അദ്ദേഹം സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. 4, LK അദ്വാനി. LK അദ്വാനി 2002-2004 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അഥവാ ഉപപ്രധാനമന്ത്രി ആയിരുന്നു. 5, ചരൺ സിംഗ്. 1979 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ചരൺ സിംഗ്. ഇവർക്ക് 5 പേർക്കാണ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം നൽകി നമ്മൾ ആദരിച്ചിരിക്കുന്നത്. ഈ 5 പേരുടെയും കൂടെ പേര് പഠിക്കാനുള്ള ചെറിയൊരു കോഡ് പറയാം, കേട്ടോളൂ. സ്വാമി കർപ്പൂരം PVക്കും LKക്കും ചരണിനും നൽകി രത്നമാക്കി. ഇതാണ് നമ്മുടെ കോഡ്. സ്വാമി കർപ്പൂരം PVക്കും LKക്കും ചരണിനും നൽകി രത്നമാക്കി. സ്വാമി എന്ന് പറഞ്ഞാൽ MS സ്വാമിനാഥൻ. കർപ്പൂരം എന്ന് പറഞ്ഞാൽ കർപ്പൂരി ഠാക്കൂർ. PV എന്ന് പറഞ്ഞാൽ PV നരസിംഹറാവു. LK എന്ന് പറഞ്ഞാൽ LK അദ്വാനി. ചരൺ എന്ന് പറഞ്ഞാൽ ചരൺ സിംഗ്. നൽകി രത്നമാക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാരതരത്നം അവർക്കാണ് ലഭിച്ചതെന്ന് അർത്ഥം. ഈ കോഡ് പഠിച്ചാൽ മതി. ഈ 5 പേര് നിങ്ങളിൽ നിന്നും നഷ്ടപ്പെടില്ല. ഓക്കെ അല്ലേ? കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അവരൊരു OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ചോദ്യം. സി സ്പേസ് എന്നാണ് അതിൻ്റെ പേര്. സി സ്പേസ്. സി എന്ന് പറഞ്ഞാൽ കാണുക എന്നാണ്, അല്ലേ? വെറുതെ സി എന്ന് എഴുതിയാലും അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെ വരും? കാണുക എന്നാണ്. സി സ്പേസ്. നമ്മൾ അതിനൊരു ചെറിയ കോഡ് പഠിക്കുന്നു. ഇതാണ് CSOTT. CSOTT എന്ന് പറഞ്ഞാൽ സി സ്പേസ് OTT. ഓക്കെ അല്ലേ? കേരളം ആദ്യമായി വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി പ്രോസസ്സറിൻ്റെ പേര് കൈരളി AI. നമ്മുടെ ഡിജിറ്റൽ സർവകലാശാലയുടെ നേതൃത്വത്തിൽ നാം ഒരു AI പ്രോസസ്സർ ഡെവലപ്പ് ചെയ്തു. അതിൻ്റെ പേരാണ് കൈരളി അഥവാ കൈരളി AI. കൈരളി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വികസിപ്പിച്ചത് എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തിൽ കൈരളി സിമ്പിളാണ്. അടുത്ത ചോദ്യം. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ ജുഡീഷ്യൽ സിറ്റി സ്ഥാപിതമാകുന്നത് എവിടെ? കളമശ്ശേരി, എറണാകുളം. കേരളത്തിൻ്റെ ഹൈക്കോടതി ഇരിക്കുന്ന ഇപ്പോഴത്തെ സ്ഥലത്തുനിന്ന് ഹൈക്കോടതി മാറ്റി നമ്മൾ കളമശ്ശേരിയിലെ ജുഡീഷ്യൽ സിറ്റി എന്ന പേരിൽ ഹൈക്കോടതി ഉൾപ്പെടുന്ന എല്ലാ കോടതി സമുച്ചയങ്ങളും കൂടെ സ്ഥാപിക്കുന്ന ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അതാണ് ജുഡീഷ്യൽ സിറ്റി എന്ന് പറയുന്നത്. അത് കളമശ്ശേരിയിലാണ്. അത് ഓർത്തിരിക്കാൻ നമുക്ക് എങ്ങനെ പഠിക്കാം? കളമശ്ശേരി ഇനി ജുഡീഷ്യൽ സിറ്റി. കളമശ്ശേരി ഇനി ജുഡീഷ്യൽ സിറ്റി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള കേരളത്തിലെ ജില്ല കോഴിക്കോട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ള ജില്ല കോഴിക്കോട്.
കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ഇതും കൂടെ പഠിച്ചോണം. കോഴിക്കോടൻ പ്രവാസി കഴിയും. കോഴിക്കോടൻ പ്രവാസി. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരെല്ലാം? ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു. ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവുമാണ് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മീഷണർമാർ. രണ്ടുപേര്. തിരഞ്ഞെടുപ്പിൻ്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേര് അറിയാമെന്ന് കരുതുന്നു. പേര് രാജീവ് കുമാർ എന്നാണ് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത്. രാജീവ് കുമാറാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഗ്യാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവാണ്. നമ്മുടെ കോഡ് ഇതാണ്: ഇലക്ഷൻ വണ്ടി. ഇലക്ഷൻ വണ്ടി രാജി ഓടിക്കും, ഗ്യാൻ സുഖനിദ്രയിൽ സാധു. ഇലക്ഷൻ വണ്ടി രാജി ഓടിക്കും, ഗ്യാൻ സുഖനിദ്രയിൽ സാധു. രാജി എന്ന് പറഞ്ഞാൽ രാജീവ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഗ്യാൻ എന്ന് പറഞ്ഞാൽ ഗ്യാനേഷ് കുമാർ. സുഖനിദ്രയിൽ സാധു എന്ന് പറഞ്ഞാൽ സുഖ്ബീർ സിംഗ് സന്ധു. സുഖ്ബീർ സിംഗ് സന്ധു. കോഡ് പഠിച്ചോളൂ, മറന്നു പോകത്തില്ല. ഓക്കെ. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ട അതിഥി ആരായിരുന്നു? ഇമ്മാനുവൽ മാക്രോൺ, ഫ്രഞ്ച് പ്രസിഡന്റ്. ഫ്രഞ്ച് പ്രസിഡൻ്റായിരുന്ന ഇമ്മാനുവൽ മാക്രോൺ ആണ് 75ാം റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ വിശിഷ്ട അതിഥി. നമ്മൾ ഓർത്തിരിക്കാൻ ഒരു ചെറിയ കോഡ് പറയുന്നു. എന്താണ്? മാക്രോൺ റിപ്പബ്ലിക്. മാക്രോൺ റിപ്പബ്ലിക്. വേൾഡ് ചെസ് ഫെഡറേഷൻ, ഫിഡെ എന്ന് പറയും. വേൾഡ് ചെസ് ഫെഡറേഷൻ ലോക റാങ്കിങ്ങിൽ 40 എത്തിയ ആദ്യ മലയാളി SL നാരായണൻ. വേൾഡ് ചെസ് ഫെഡറേഷൻ്റെ ലോക റാങ്കിങ്ങിൽ 40 എത്തിയ മലയാളിയുടെ പേരാണ് SL നാരായണൻ. ഓർത്തിരിക്കാനൊരു കുഞ്ഞിപ്പാട്ട് പറയാം. നാരായണം ചെസ് നാരായണം, നാരായണം ചെസ് നാരായണം എന്ന് പാടിക്കോളൂ, മറക്കത്തില്ല. 2024 ജനുവരി 21 100ാം ചരമവാർഷിക ദിനം ആചരിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവ് വ്ളാദിമിർ ലെനിൻ. 121 എന്നൊരു കോഡ്. 2024 ജനുവരി 21 മഹാനായ ലെനിൻ്റെ 100ാം ചരമവാർഷിക ദിനം ആചരിക്കപ്പെട്ടത്. ജനുവരി 21 1924 അദ്ദേഹം നിര്യാതനായത്. അപ്പോൾ 100ാം വാർഷിക ആചരിക്കപ്പെട്ട നേതാവ് വ്ളാദിമിർ ലെനിൻ. 121 എന്നൊരു കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 121. അവിടുന്ന് ഒരു ചോദ്യം കറങ്ങിത്തിരിഞ്ഞ് വരാം. അത് ചോദ്യം ഇതാണ്: 1917 റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന സോഷ്യലിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഒന്നാമത്തെ നേതാവ്. ആ ഒന്നാമത്തെ നേതാവ് ആരെന്നുള്ള ചോദ്യമാണ് ഈ ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ നേതാവ് വ്ളാദിമിർ ലെനിൻ. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനം 21-ാം തീയതി, ജനുവരി 21. ഓക്കെ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125ാം ജന്മദിനാഘോഷങ്ങൾ നടന്ന 2021 മുതൽ പരാക്രം ദിവസ് അഥവാ നേതാജി ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം ജനുവരി 23. 2021 വർഷത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ 125ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ആ വർഷം മുതൽ ആചരിക്കപ്പെടുന്ന ഒന്നാണ് പരാക്രം ദിവസ് എന്ന പേരിൽ നേതാജി ദിനം. നമ്മൾ പരാക്രം ദിവസം എന്ന പേരിൽ നമ്മുടെ രാജ്യം ആചരിച്ചു വരുന്നു. ചോദ്യം ഇതാണ്: എന്നാണ് പരാക്രം ദിവസം? പരാക്രം ദിവസ് എന്നാണ്? ജനുവരി 23 എന്നാണ് ഉത്തരം. ജനുവരി 23 എന്ന് പറയുന്നത് ഓർത്തിരിക്കാനുള്ള ഒരു ചെറിയ ട്രിക്ക് പറയാം. സുഭാഷ് ചന്ദ്രബോസിനെ നമ്മൾ സ്നേഹത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ എങ്ങനെ വിളിക്കുന്നു? ബോസ് ചന്ദ്ര എന്ന് വിളിക്കുന്നു. ബോസ് ചന്ദ്ര. ബോസ് ചന്ദ്ര. ബോസിൻ്റെ ആദ്യത്തെ അക്ഷരം ബി. ബിയുടെ ആൽഫബറ്റിക്കൽ നമ്പർ 2. ചന്ദ്രയുടെ ആദ്യത്തെ അക്ഷരം സി. സിയുടെ ആൽഫബറ്റിക്കൽ നമ്പർ 3. 2, 3, 23. ജനുവരി 23 നമ്മൾ പരാക്രം ദിവസമായി ആചരിച്ചുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ ഓർക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ. കേരള സർക്കാർ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കായിക ഉച്ചകോടി ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് നടന്നത് എവിടെയാണ്? കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, തിരുവനന്തപുരം. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് എന്ന പേരിലൊരു അന്താരാഷ്ട്ര കായിക ഉച്ചകോടി സംഘടിപ്പിച്ചു. അത് തിരുവനന്തപുരത്തായിരുന്നു. അത് നടന്ന സ്റ്റേഡിയമാണ് ചോദ്യം.
കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഓർത്തിരിക്കാൻ നമ്മൾ ഇങ്ങനെ പഠിക്കുന്നു: കാര്യവട്ടം ഗ്രീൻഫീൽഡ് ISS. ISS മീൻസ് ഇൻ്റർനാഷണൽ സ്പോർട്സ് സബ്മിറ്റ്. ഓക്കെ. ഇന്ത്യയുടെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ AI പ്രിസിഷൻ ഓങ്കോളജി സെൻറ്റർ, ബംഗളൂരു അപ്പോളോ ക്യാൻസർ സെൻറ്റർ. ഇന്ത്യയുടെ ആദ്യത്തെ AI പ്രിസിഷൻ ഓങ്കോളജി സെൻറ്റർ അഥവാ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഓങ്കോളജി സെൻറ്റർ സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം. അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇന്ത്യയിലാകെ വ്യാപിച്ചു കിടക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടുള്ള ബംഗളൂരു അപ്പോളോ ക്യാൻസർ സെൻറ്ററിലാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ AI പ്രിസിഷൻ ഓങ്കോളജി സെൻറ്റർ. മറക്കരുത്, ബംഗളൂരു. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാം ഉച്ചകോടി നടന്നത് ഇവിടെ? കമ്പാല, ഉഗാണ്ട. ചേരിചേര പ്രസ്ഥാനം നമുക്കറിയാം, നമ്മുടെ മുൻ പ്രധാനമന്ത്രി നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ്. അതിൻ്റെ കുറച്ചു കാലമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പം അതിൻ്റെ 19ാം ഉച്ചകോടി ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതെവിടെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഉഗാണ്ട. ഉഗാണ്ടയുടെ തലസ്ഥാനമായ ക്യാപിറ്റലായ കമ്പാലയിലാണ് നടന്നത് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാം ഉച്ചകോടി നടന്നത്. കമ്പാല, ഉഗാണ്ട. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, നാം എന്നാണ് അറിയപ്പെടുന്നത് ചേരിചേര പ്രസ്ഥാനം. NAM, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ഒരു ചേരിയിലും പെടാതെ നിന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് നാം അഥവാ ചേരിചേര പ്രസ്ഥാനം. ഈ 19th സബ്മിറ്റിൽ 19th ചേരിചേര സമ്മേളനത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പങ്കെടുത്തത് നമ്മുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള S. ജയശങ്കറാണ്. S. ജയശങ്കർ. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്ത സായുധ സേനാ വിഭാഗം CISF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർലമെൻറ്റിൻ്റെ സുരക്ഷാ ചുമതല ഇപ്പോൾ പൂർണ്ണമായും CISFന് വിട്ടുകൊടുത്തു. CISF എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. നമ്മുടെ സംസ്ഥാനത്തുള്ള വിമാനത്താവളങ്ങളെല്ലാം ഇപ്പോൾ ഇവരുടെ നിയന്ത്രണത്തിലാണ്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ തിരികെ നൽകിയാൽ 10 രൂപ വീതം നൽകുന്ന സംവിധാനം തമിഴ്നാട്ടിൽ നടപ്പിലാക്കി തുടങ്ങി. 2024 ജനുവരിയിൽ സ്ഥാനമൊഴിഞ്ഞ മാർഗ്രത്തെ II ഏത് രാജ്യത്തെ രാജ്ഞിയാണ്? ഡെൻമാർക്ക്. ഡെൻമാർക്കിലെ രാജ്ഞിയായിരുന്ന മാർഗ്രത്തെ II 82ാമത്തെ വയസ്സിൽ അവരുടെ സ്ഥാനം ഒഴിഞ്ഞു, അവരുടെ പുത്രന് ചുമതല ഏൽപ്പിച്ചു. അത് ഏത് രാജ്യത്തെയാണെന്നാണ് ചോദ്യം. ഡെൻമാർക്ക്. ഇവിടെ ഒരു കാര്യം കാണിക്കാം. മാർഗ്രത്തെ, ഡെൻമാർക്ക്. മാർഗ്രത്തേക്ക് ഒരു മാറുണ്ട്, ഡെൻമാർക്കിന് ഒരു മാറുണ്ട്, MAR, മാർ. ഈ മാർഗ്രത്തയുടെ മാറും ഡെൻമാർക്കിൻ്റെ മാറും കൂടെ നമ്മളൊന്ന് ലിങ്ക് ചെയ്യുന്നു, പിന്നെ മറക്കത്തില്ല. മാർഗ്രത്തെ, ഡെൻമാർക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ ലാൻഡറിൻ്റെ പേരെന്ത്? ഒഡീസിയസ്. ചന്ദ്രനിൽ ആരിറങ്ങി? സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ലാൻഡർ ലാൻഡ് ചെയ്തു. അതിൻ്റെ പേരാണ് ചോദ്യം. ഒഡീസിയസ് എന്നാണ് അതിൻ്റെ പേര്. ഒഡീസിയസ്. ഹോമറിൻ്റെ ഒഡീസി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹോമറിൻ്റെ ഒഡീസിയിലെ നായകൻ്റെ പേരാണ് ഒഡീസിയസ്. ആ ഒഡീസിയസിൻ്റെ പേരിലാണ് നമ്മൾ ഈ സ്വകാര്യ കമ്പനി ലാൻഡറെ അയച്ചത് ചന്ദ്രനിലേക്ക്. ഒഡീസിയസ് എന്ന് പറഞ്ഞാൽ സാഹസിക യാത്രികനും തന്ത്രശാലിയും യുദ്ധങ്ങൾ എങ്ങനെയും ജയിക്കുന്ന ഏത് തരത്തിലും വിജയം കൈവരിക്കുന്നതിനുമായ കഥാപാത്രമാണ് ഒഡീസിയസ്. ആ പേരിലാണ് ലാൻഡറെ ലാൻഡ് ചെയ്യിച്ചിരിക്കുന്നത്. ഇൻഡ്യൂട്ടീവ് മെഷീൻസ്, ഇതാണ് ഇൻഡ്യൂട്ടീവ് മെഷീൻസ് എന്ന് പറയുന്ന ഹൂസ്റ്റൺ ആസ്ഥാനമായുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ് ചന്ദ്രനിൽ സ്വകാര്യ ലാൻഡർ ആദ്യമായി ഇറക്കിയിരിക്കുന്നത്. 2024 പത്മവിഭൂഷൺ രണ്ടാമത്തെ സമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചതാർക്കല്ല? പത്മ സുബ്രഹ്മണ്യം, വൈജയന്തിമാല ബാലി, കൊനിഡല ചിരഞ്ജീവി, M. വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പഥക്. ഈ 5 പേർക്കാണ് 2024 പത്മവിഭൂഷൺ രണ്ടാമത്തെ പരമോന്നത ബഹുമതി ലഭിച്ചിരിക്കുന്നത്. ഒന്നാമത്തെയാണ് പത്മ സുബ്രഹ്മണ്യം. പത്മ സുബ്രഹ്മണ്യം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭരതനാട്യ നർത്തകിയാണ്. അവർ സ്വന്തമായിട്ട് ഭരതനാട്യം എന്നുള്ള ഒരു നൃത്തശാലയ്ക്ക്
രൂപം കൊടുത്ത വളരെ പ്രശസ്തയായ ഒരു ഭരതനാട്യ നർത്തകിയാണ്. വൈജയന്തിമാല ബാലി. വൈജയന്തിമാല ബാലി എന്ന് പറയുന്നത് ഒരു സിനിമാ നടിയാണ്, നർത്തകിയാണ്, അതിലുപരി ഒരു BJP രാഷ്ട്രീയ പ്രവർത്തകൻ. കൊനിഡല ചിരഞ്ജീവി, തെലുങ്ക് സിനിമാ നടനാണ്, നമുക്കറിയാവുന്ന ആളാണ് ചിരഞ്ജീവി. കൊനിഡല ചിരഞ്ജീവി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. എം വെങ്കയ്യ നായിഡു. എം വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശാണ്. അദ്ദേഹം 2017, 2022 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആളാണ് എം വെങ്കയ്യ നായിഡു. ബിന്ദേശ്വർ പഥക്. അദ്ദേഹം ബീഹാറിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകനാണ്, മനുഷ്യാവകാശ പ്രവർത്തകനാണ്. സുലഭ് ഇന്റർനാഷണൽ, അതിലുപരി സുലഭ് ഇന്റർനാഷണൽ എന്ന സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. നമ്മുടെ രാജ്യത്ത് നിരവധി സാധാരണക്കാർക്ക്, ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ടോയ്ലറ്റ് നിർമ്മിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ വലിയ സംഭാവനകൾ ചെയ്ത വലിയ സാമൂഹ്യ പ്രവർത്തകനാണ് ബിന്ദേശ്വർ പഥക്. അപ്പോൾ ഈ 5 പേർക്കാണ് നമ്മൾ എന്ത് നൽകിയത്? നമ്മൾ പത്മവിഭൂഷൺ നൽകിയത്. ഈ 5 പേരുടെ പേരുകൾ മറക്കാതിരിക്കാനായിട്ട് നമുക്കൊരു കുഞ്ഞു കോഡ് പഠിക്കാം. നമ്മളിതിൻ്റെ കോഡ് 2ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, 2 പാർട്ടായിട്ട്. ആദ്യത്തെ പാർട്ടിൽ പത്മ വൈ. പത്മ വൈ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് 2 കാര്യം ഉദ്ദേശിക്കുന്നത്. ഒന്ന് പത്മവിഭൂഷൺ, പത്മവിഭൂഷൺ. 2 പത്മ സുബ്രഹ്മണ്യം വൈജയന്തിമാല ബാലി. പത്മ സുബ്രഹ്മണ്യം വൈജയന്തിമാല ബാലി. സെക്കൻഡ് പോർഷൻ വെങ്കായ പഥ ജീവി. വെങ്കായ പഥ ജീവി. വെങ്കായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പഥം എന്ന് പറഞ്ഞാൽ വഴി. വെങ്കായം കൊണ്ടുള്ള വഴിയിലെ ജീവി. വെങ്കായ പഥ ജീവി. വെങ്കയ്യ നായിഡു. എം വെങ്കയ്യ നായിഡു. വെങ്കായം കൊണ്ടുള്ള വഴിയിലെ ജീവി. വെങ്കായ പഥ ജീവി. വെങ്കായ എന്ന് പറഞ്ഞാൽ വെങ്കയ്യ എന്നുള്ളതിൻ്റെ പകുതി, ഈയായുടെ പകുതി നമ്മളെടുത്തു വെങ്കായ. വെങ്കായ എന്ന് പറഞ്ഞാൽ വെങ്കയ്യ നായിഡു, എം വെങ്കയ്യ നായിഡു. പഥ എന്ന് പറഞ്ഞാൽ ബിന്ദേശ്വർ പഥക്. ജീവി എന്ന് പറഞ്ഞാൽ ചിരഞ്ജീവി. ഓക്കെ, കോഡ് പഠിച്ചോളൂ. ഓക്കെ. പത്മഭൂഷൺ 2024 ലഭിച്ച മലയാളികൾ. പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ: ജസ്റ്റിസ് എം ഫാത്തിമ ബീവി, ഒ രാജഗോപാൽ, ഉഷ ഉദുപ്പ്. ജസ്റ്റിസ് എം ഫാത്തിമ ബീവി സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്നു. ഉഷ ഉദുപ്പ് ഗായികയാണ്. ഒ രാജഗോപാൽ BJP നേതാവായിരുന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആളാണ്. ഇവർക്ക് 3 പേർക്കാണ് 2024 പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്ന മലയാളികളെന്ന് പറയപ്പെടുന്നു. ഇവർക്ക് നമ്മൾ ചെറിയ കോഡ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഭൂഷൺ രാജ ഭാത്തി ഉഷ. ഭൂഷൺ രാജ, ഫ്യൂഷൻ അല്ല, ഭൂഷൺ രാജ ഭാത്തി ഉഷ. ഭൂഷൺ എന്ന് ഉദ്ദേശിക്കുന്നത് പത്മഭൂഷൺ, രാജ ഒ രാജഗോപാൽ, ഫാത്തി ജസ്റ്റിസ് എം ഫാത്തിമ ബീബി, ഉഷ ഉദുപ്പ്. ഓക്കെ. പത്മശ്രീ 2024 ലഭിച്ച മലയാളികൾ. പത്മശ്രീ ലഭിച്ച മലയാളികൾ: സദനം ബാലകൃഷ്ണൻ കഥകളി, EP നാരായണൻ തെയ്യം, സത്യനാരായണ ബലേരി നെൽകർഷകൻ. ഇവർ 3 പേരും വടക്കേ മലബാറുകാരാണ്. 6 പേർക്കാണ് ആകെ മലയാളികൾക്ക് പത്മശ്രീ ലഭിച്ചത് 2024. ഈ 3 പേര് വടക്കേ മലബാറുകാരായതുകൊണ്ട് നമ്മൾ അവർക്കൊരു പ്രത്യേക കോഡ് കൊടുക്കുകയാണ്. സത്യനാരായണ കൃഷ്ണൻ. സത്യനാരായണ കൃഷ്ണൻ. സത്യനാരായണ കൃഷ്ണൻ മാത്രം പഠിച്ചാൽ മതി, ഈ 3 പേരും മറക്കത്തില്ല. സത്യനാരായണ ബലേരി, EP നാരായണൻ തെയ്യം കലാകാരൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സദനം ബാലകൃഷ്ണൻ. സത്യനാരായണ കൃഷ്ണൻ. ഇനി P ചിത്ര നമ്പൂതിരിപ്പാട്, വിദ്യാഭ്യാസം സാഹിത്യം. അദ്ദേഹം മലപ്പുറംകാരനാണ്. മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനാണ്, തിരുവനന്തപുരംകാരനാണ്. ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നുള്ള സാഹിത്യ പ്രവർത്തകയാണ്. മുനി നാരായണ ഗൗരി ചിത്രം. ഈ തിരുവിതാംകൂറിൽ നിന്നുള്ള ഈ 2 ആളുകളെയും മലപ്പുറത്തു നിന്നുള്ള ചിത്രൻ നമ്പൂതിരിപ്പാടിനെ കൂടെ ഉൾപ്പെടുത്തി നമ്മളൊരു സെപ്പറേറ്റ് ഒരു കോഡ് കൊടുക്കുകയാണ്. അതിതാണ് മുനി നാരായണ ഗൗരി ചിത്രം. മുനി നാരായണ ഗൗരി ചിത്രം. അങ്ങനെ ഒന്ന് പഠിച്ചു വെച്ചാൽ ആ 3 പേര് ഓർത്തിരിക്കാൻ പറ്റും. മുനി നാരായണ ഗൗരി ചിത്രം, മുനി നാരായണ പ്രസാദ്, ഗൗരി ലക്ഷ്മിബായി, ചിത്രൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2024 ജനുവരി മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഇത്രയും കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷയിൽ
2024 ജനുവരിയിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.